അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ടൈപ്സ് ഓഫ് എലാസ്റ്റിസിറ്റി. ഓക്കെ. ഇവിടെ ആരാധന ജോയിൻ ചെയ്തിട്ടില്ല. ആരാധന മുബഷിറ. ആരാധനയ്ക്ക് ഒരു ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട് പറഞ്ഞു. ജോയിൻ ആയിണ്ടായിരുന്നു, ലീവായി. ഓക്കെ ഓക്കെ ജോയിൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 മുബഷിറ. മുബഷിറ പറ്റുന്നു തോന്നുന്നില്ല എന്നാ പറഞ്ഞ കേറാൻ. ഓക്കെ ഓക്കെ നാട്ടിലെത്തി. അപ്പോ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും മിക്കവാറും കാണുക എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ നാട്ടിലെത്തിയാലും ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞ് ലൈവില് വരുമെന്നിട്ട് ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സിമം ട്രൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ സർ. നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ 5 നോ ഇല്ല സർ. സർ. ഇല്ല. ഓക്കെ. സാർ രണ്ടും ഞാൻ ഇന്നലെ അയച്ചത് സാർ കണ്ടിരുന്നോ? ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അത് അപ്പം മെസ്സേജ് അയച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വിട്ടിട്ടുണ്ട്. എനിക്കിപ്പോ തോന്നുന്നു ചിലപ്പോ അക്കൗണ്ട്സിലും എക്കണോമിക്സിലും എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വേറെ വേറെ ആയിരിക്കും അല്ലേ? അല്ല, വേറെ സിമിലർ ആയിട്ടുള്ള സാധനം തന്നെയാണ് പറയുന്നത്. പക്ഷേ ശിവാനി മനസ്സിലാക്കിയതിലാണ് തെറ്റ്. ഓക്കെ. സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ശിവാനി മനസ്സിലാക്കിയതിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ സാർ. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ. ഓക്കെ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇൻകം ഓഫ് ദ കസ്റ്റമർ. ഓക്കെ. ഇൻകം നമ്മളെ ഇലാസ്റ്റിസിറ്റി, അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞേ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞേ. ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ്, പ്രൈസ് മാറുമ്പോൾ അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകത്തിന് അത് വരുന്ന ഇൻകം ചേഞ്ച് എങ്ങനെ നമ്മളെ ഡിമാൻഡിൽ ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ 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 സർ. ഓക്കെ. അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതായത് 5 ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. ഏതൊക്കെയാണ് നമ്മളെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിലുള്ള ഓരോന്നും അതിൽ ഉള്ളതാണ് ഇൻകം ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ ഇൻകം കൊണ്ട് നമ്മളുടെ ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഇൻകത്തിന്റെ ചേഞ്ച് നമ്മളെ ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ. ഇതൊക്കെ നമ്മൾ പ്രോപ്പർ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു. ഓക്കെ ഓക്കെ പ്രോപ്പർ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ഇവിടെ നോക്ക്. ഇൻകം 2500 3500. ഓക്കെ. ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 യൂണിറ്റ്സും 25 യൂണിറ്റ്സും. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻകം എത്രയാണ്?
ഇൻകത്തിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻകം. ഓക്കെ, അപ്പോൾ നമുക്ക് 0.3 എന്നുള്ളത് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യുമ്പോൾ കിട്ടുന്നതാട്ടോ ഇത്. ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. കൂടുതലായിട്ട് നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് സിമിലർ ആയിട്ടുള്ള തന്നെയാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആയിരുന്നു, ഇപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിങ്ങൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒന്ന് ബാക്കിലോട്ട് പോയൊക്കെ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയായിരുന്നു? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലേ? Price. Percentage change in quantity divided by percentage change in price. അതെ, ഈ ഒരു രണ്ട് സംഭവം ഫൈൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അതാണെന്ത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഫൈൻഡ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഇൻകം 2500 ഉണ്ട്, ഇയർ 1 ഇയർ 0 ഇയർ 1. ഓക്കെ, 3500 ഇയർ 1 20 യൂണിറ്റ്സ് ഇൻ ഇൻകം 2500 25 യൂണിറ്റ്സ് ഇൻ 3500. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം അത് വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതി നോക്കണോ? മനസ്സിലാവുന്നുണ്ട് സർ, പക്ഷെ എഴുതായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. ഓക്കെ, ഇൻകം എന്ന് എഴുതിയിട്ട് 2500 3500 എന്ന് എഴുതുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് എഴുതിയിട്ട് 20 യൂണിറ്റ്സും 25 യൂണിറ്റ്സും അന്ന് എഴുതിക്കേ. എന്നിട്ട് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒന്ന് ഫൈൻഡ് ചെയ്തേ. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്ത പോലെ തന്നെയാണ് അവിടെ പ്രൈസ് എടുത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം എടുക്കണം. ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് percentage change in quantity demanded divided by percentage change in income. Okay. അത് കിട്ടിയോ? ആൻസർ കിട്ടിയോ?
ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. സർ മുകളിലേക്ക് ഒന്ന് കാണിക്കും. എന്താണ് ക്വസ്റ്റ്യന്റെ പോർഷൻ ആണോ വേണ്ടത്? അപ്പൊ ഒന്ന് എഴുതിയിട്ട് ചാറ്റ് ബോക്സിൽ ഇടണം. സർ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താ ഉത്തരം കറക്റ്റ് ആണോ? ഹലോ സർ. സർ ഹലോ ഹലോ ഹലോ, ഓഡിബിൾ ആണോ? യെസ് സർ. സർ ഞാൻ അയച്ച ആൻസർ കറക്റ്റ് ആണോ? ഇതാണ് ആൻസർ കിട്ടുന്നത്, 0.66. ഓക്കെ, ഇതെങ്ങനെ സുബിത 1.6 ഒക്കെ കിട്ടിയേ? 0.625 ഇതെങ്ങനെ കിട്ടിയേ രണ്ടുപേർക്കും, ശിവാനി സുബിത? സർ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻകം എത്ര പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്? എത്ര? 25%. 25 20% അല്ലേ? 25. 5 divided by 20 അല്ലേ സർ? 5 divided by ആവറേജ് അല്ലേ? ആവറേജ് ക്വാണ്ടിറ്റി അല്ലേ? ഓക്കെ 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 ഓക്കെ. ഓക്കെ, ചേഞ്ച് ഡിവൈഡ് ബൈ ആവറേജ് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ CMA നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്താ എടുക്കുള്ളൂ? ആവറേജ് എടുക്കുള്ളൂ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? യെസ് സർ യെസ് സർ.
അതെന്താ തെറ്റ് പറ്റിയേ? ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ ശരിയാക്കിയിട്ട് അയക്ക്. ഓക്കെ. കോഡുകളല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഈ അടുത്തടുത്ത് ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ തന്നെ. കേൾക്കുന്നുണ്ട് സർ. യെസ് സർ കേക്ക്. ചെയ്ത് കംപ്ലീറ്റ് ആയോ? എന്താ അവസ്ഥ? യെസ് സർ. യെസ്. ഓക്കെ. 0.67 അല്ലെങ്കിൽ 0.66 എന്നുള്ളത് കിട്ടിയോ? യെസ് സർ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? നോ. ഇല്ല. ഓ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇൻകം ഓഫ് ദ കസ്റ്റമർ, ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയും. ഇൻകം കുറയുമ്പോൾ സുപ്പീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കുറയും, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടും. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഇടയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം. എഴുതി കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള ഇക്വേഷനും പിന്നെ നമ്മൾ ആവറേജ് വെച്ചിട്ട് ഡയറക്റ്റ് ആവറേജ് കൊടുത്തിട്ട് കാണുന്ന ഇക്വേഷനും ഉണ്ടല്ലോ, ആ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് എഴുതണം. ഓക്കെ.
ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ടാട്ടോ കൂടുതലായിട്ട് ഇതിന് ടൈം സ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ, കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കൂടുതലായിട്ട് പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ Okay, sir. എഴുതി. സുബിത കംപ്ലീറ്റ് ആയോ? അത് കംപ്ലീറ്റ് ആയി സർ. എനിക്ക് താഴെ സർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കാം കേട്ടോ. ആ അതെ. ആ ആ സെയിം ഇക്വേഷൻ തന്നെയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ പ്രൈസ് ഉള്ളിടത്ത് ഇതെന്താ നോക്കുന്നത്? ഇൻകത്തിന്റെ ചേഞ്ച് കൊണ്ട് എത്രത്തോളം എന്തിന് ചേഞ്ച് വരുന്നുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡിന് ചേഞ്ച് വരുന്നുണ്ട്. അത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് ഇക്വേഷനിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. സിമിലർ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, എഴുതി. സുബിത കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? സർ ഒറ്റ ഓ, സർ ബട്ട് നമ്മളെപ്പോഴും സെക്കൻഡ് ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുള്ളൂ അല്ലേ? ആദ്യത്തെ ഇക്വേഷൻ ഇതിൽ നമ്മൾ ഈ ഫോളോ ചെയ്യില്ലല്ലോ. രണ്ടെണ്ണത്തിൽ ഏത് ഇക്വേഷൻ ഫോളോ ചെയ്താലും നമുക്ക് ഈക്വൽ സിമിലർ ആയിട്ടുള്ള ആൻസറാ കിട്ടുക. ഓക്കെ, കാരണം എന്താ, നമ്മൾ ആവറേജ് എടുക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ ആ കൺസെപ്റ്റ് വരുന്നത്, ആ ഒരു ചേഞ്ചിലുള്ള കൺസെപ്റ്റ്. ഓക്കെ, കൺസെപ്റ്റിലുള്ള ചേഞ്ച്. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആവറേജ് എടുക്കുള്ളൂ. മറ്റേലെന്താണ്, എക്കണോമിക്സ് ഫോർമുലയിൽ ബേസ് ആണ് എടുക്കുക. ഓക്കെ, അതായത് ബേസ് ആയിട്ട് വരുന്ന പ്രൈസ്, അതുപോലെ തന്നെ ബേസ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി. ഇവിടെ എന്താണ്, നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് അനലൈസ് ചെയ്യുമ്പോൾ ആവറേജ് എടുത്തിട്ടാണ് അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി അക്യുറേറ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ മനസ്സിലായിട്ടുണ്ടോ? Yes, മനസ്സിലായി sir. സർ. ആദ്യത്തെ ഇത് ചെയ്യുമ്പോൾ 625 ആണ് കിട്ടുന്നത്. എങ്ങനെ? അതെ 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 അതെ. അത് ലൈക്ക് അത് നമ്മൾ ബേസ് അല്ല എടുക്കുന്നത്, ആ അതെ, ബേസ് ആവറേജ് അല്ലല്ലോ. അല്ല അല്ല, ബേസ് എടുത്തത് ചെയ്യുമ്പോൾ 625.625. ഓക്കെ, ഇതില് 0.66. 6666. അതെ, അത് 0.67 എന്നും പറയാം. ഓക്കെ, അപ്പൊ അതെന്താണ്, ഇതാണ് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള അതിന്റെ ഇൻകം എത്രത്തോളം എന്തിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത്, ഇൻകം എത്രത്തോളം ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ളത് ഈ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ 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 സർ. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻകം തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡും തന്നിട്ടുണ്ട്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്താ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഒന്ന് ന്യൂമറേറ്റർ നെഗറ്റീവോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ നെഗറ്റീവോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ ഈ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്.
ഓക്കെ, കുറച്ച് കൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് റേഷ്യോ അനാലിസിസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, ഏത് കാൽക്കുലേഷൻസിലും. ഇതൊക്കെ മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് ആണ്. ഓക്കെ, ഡിവിഷനിൽ വരുന്നതിന്റെ ബേസിക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ഈ എഴുതിയിട്ടുള്ളത്, ഈ ബോക്സിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും അല്ലേ, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയും. ഓക്കെ, അതെന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ്. അതായത് നമ്മളുടെ ഇൻകവും സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡും, ഓക്കെ, അതെന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻകം എന്ത് ചെയ്യും, കൂടും. അല്ലെങ്കിൽ ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡും കൂടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്, ഇൻകം സുപ്പീരിയർ ഗുഡ് ഡിമാൻഡും എന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇൻകം പിന്നെ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇൻകം കൂടുമ്പോൾ, ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡിനാണ് ഡിമാൻഡ് കൂടുക, ഇൻഫീരിയർ ഗുഡിന് എന്താണ്, ഡിമാൻഡ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇൻകവും ഇൻഫീരിയർ ഗുഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ 3 സെന്റൻസ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിലൊക്കെയാണ്, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അതായത് ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടി, അപ്പോൾ ഇത് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണോ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് സുപ്പീരിയർ ഗുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണോ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞു പോവും. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ്, ഈ 3 സെന്റൻസ്, ഇത് 3 സെന്റൻസ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് സുപ്പീരിയർ ഗുഡ് ഡിമാൻഡ്, അതായത് ഇൻകം, ആളുകളുടെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ അതെന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, ഇൻകം കൂടുമ്പോൾ സുപ്പീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻഫീരിയർ ഗുഡ് ഡിമാൻഡ്, ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും. അപ്പൊ അതെന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതുപോലെ തന്നെ ഇതും എന്ന് എഴുതി വെക്കുക. ഓക്കെ, ന്യൂമറേറ്ററും രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിട്ടായിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മാത്സിന്റെ ബേസിക്സ് അവിടെ എഴുതി തന്നതാട്ടോ. ഓക്കെ, അത് അത്ര ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഈ സൈഡിൽ എഴുതിയ ഓരോ സെന്റൻസും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങളെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക കേട്ടോ. ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഈ ഒരു രീതിയിൽ ക്ലാസ് പോകണോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ എഴുതിയിട്ട് പറഞ്ഞു തരുന്നതാണോ അല്ലെങ്കിൽ ഈ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞേ. ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നുണ്ട് സർ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് കുറച്ചും കൂടിയും ടൈം കുറച്ചും കൂടിയും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ രീതി പോകുന്നത് കേട്ടോ. പ്രോബ്ലം ആയിട്ടുള്ള ഏരിയ ഇതിൽ വളരെ കുറവാണ്. ഓക്കെ, സിമിലർ കൺസെപ്റ്റിൽ തന്നെയാണ് പ്രോബ്ലം വരാനുള്ളത്. ഓക്കെ, അത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എങ്ങനെയാന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ രീതി പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. ഓക്കെ, ഇതൊന്ന് എഴുതി എടുത്തിട്ട് പറയാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. സർ, ഇത് സ്ക്രീൻഷോട്ട് ചെയ്യുന്നില്ലേ? എങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്താ പോരെ? സ്ക്രീൻഷോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 പോയിന്റ്സ് എന്താ എന്നുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ ഓർമ്മ വേണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത്
എഴുതി വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ആ സർ എഴുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ, നോർമലി എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതർവൈസ് അതെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, പിന്നീട് മറക്കരുത്, അതുകൊണ്ടാണ്. എഴുതി സർ. ഓക്കെ, സുബിത എഴുതിയിട്ടുണ്ടോ? ഒരു മിനിറ്റ് സർ. സുബിത ഈ ഒരു രീതി പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ സർ, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ സർ. നമ്മൾ വെറുതെ പറഞ്ഞു വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ സർ. കഴിഞ്ഞു സർ. ഓക്കെ, ശിവാനി കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? എങ്ങനെ? ശിവാനി പറയുന്നത് കേൾക്കുന്നില്ല പ്രോപ്പറായിട്ട്, പറഞ്ഞോ. സർ ഞാൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആയിട്ടുള്ളൊരു സാധനമാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന, നമ്മളെ ഗുഡ്സിന് റിലേറ്റ് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന മാറ്റം നമ്മളെ ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരുത്തുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ റിലേറ്റ്, നമ്മളെ ഗുഡ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന മാറ്റം കൊണ്ട് നമ്മളെ ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഓക്കെ. ഈ റിലേറ്റഡ് ഗുഡ് ഏതൊക്കെ എന്നുള്ളത് പ്രോപ്പർലി അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഗുഡ്സിന് പകരം വെക്കാൻ പറ്റുന്ന ഗുഡ്സ്. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടൂത്ത് പേസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗോൾഗേറ്റിന് പകരം വെക്കാൻ പറ്റുന്നതാണ് ക്ലോസപ്പ്. ഓക്കെ, അതുപോലെ തന്നെ KP നമ്പൂതിരീസ്, പിന്നെ വേറെ കുറെ പേസ്റ്റുകൾ ഉണ്ടല്ലോ, ഹെർബൽസ്, പിന്നെ ഡാബറിന്റെ റെഡ്. ഓക്കെ, അങ്ങനെ കുറെ പേസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അതായത് സിമിലർ കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ്, സിമിലർ പ്രൈസ് കാറ്റഗറി ആയിരിക്കും. അതെന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഗുഡിനെ റീപ്ലേസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ റിലേറ്റഡ് ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ്. ഓക്കെ, ഓക്കെ, അതായത് നമ്മളുടെ ഗുഡിന്റെ കൂടെ, നമ്മളുടെ പ്രൊഡക്റ്റിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ്. ഓക്കെ, ലൈക്ക് ഈ കോംപ്ലിമെന്ററി ഗുഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മളെ ഈ ഷുഗർ നോക്കുന്ന അതിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രിപ്പ് അതിന്റെ കോംപ്ലിമെന്ററി ആണ്. പ്രിന്ററിന്റെ ഒപ്പം പ്രിന്ററിന്റെ കാട്രിഡ്ജ്. ഓക്കെ, അതായത് അതിന്റെ ഇങ്ക്. ഓക്കെ, അതൊക്കെ എന്താണ്, കോംപ്ലിമെന്ററി ഗുഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, അതായത് പെട്രോൾ കാറിന്റെ ഒപ്പം പെട്രോൾ കൊടുക്കുന്ന പോലെ തന്നെ ഇതെന്താണ്, കോംപ്ലിമെന്ററി ഗുഡ് ആണ് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഓക്കെ, അത് അതിനോട് കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഗുഡ്സ്. ഓക്കെ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് അർത്ഥം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മളെ ഗുഡിന്റെ എന്ത് കൂടും, ഡിമാൻഡ് കൂടും. ഓക്കെ, അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, അതായത് നമ്മൾ അതേ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു ഗുഡ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഗേറ്റും ഉണ്ട്, ക്ലോസപ്പും ഉണ്ട്. നമ്മളെ കമ്പനി എന്ന് പറഞ്ഞാൽ ഗോൾഗേറ്റിന്റെ ആണ്. ക്ലോസപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ എന്ത് ചെയ്തു, പ്രൈസ് കൂടി. ക്ലോസപ്പിന്റെ ടൂത്ത് പേസ്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആയിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ക്ലോസപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, ഗോൾഗേറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഓക്കെ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഏതാ? ക്ലോസപ്പ് ആണ്. പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? No, sir. Yes, sir. ഓക്കെ ഓക്കെ. അപ്പോ നമ്മളെ ബ്രാൻഡ് ഏതാ? ഗോൾഗേറ്റ്. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഏതാ? അപ്പോ ക്ലോസപ്പ്. ഓക്കെ, അപ്പോ ക്ലോസപ്പിന്റെ റേറ്റ് കൂടാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്താണ്? പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി ആണ്, അതൊക്കെ പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മളെ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. കാരണം എന്ത് ചെയ്യും? നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനെ ആളുകൾ ചൂസ് ചെയ്യും. നമ്മളെക്കാട്ടി പ്രൈസ് കുറവാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് എന്നുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കത്തുന്നുണ്ടോ? Yes. Yes, sir. ഓക്കെ, ഗുഡ്. ഇനി നമ്മളെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ, ഓക്കെ, അതായത് പെട്രോളിന്റെ റേറ്റ് നല്ലോണം കൂടിയാൽ പെട്രോൾ കാർ ആൾക്കാർ വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ പെട്രോൾ കാറിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പ്രിന്ററിന്റെ കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇങ്ക് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ ഈ കാട്രിഡ്ജിന് റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർ പ്രിന്റർ ചൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മളെ പ്രഷറിന്റെ ഇത് നോക്കുന്ന ആ ഒരു ഡിവൈസിന്റെ പേരെന്താന്ന് ഓർമ്മയില്ല. ഓക്കെ, ആ ഒരു ഡിവൈസിന്റെ സ്ട്രിപ്സിന് റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? ആ ഒരു ഡിവൈസ് വാങ്ങുന്നത് കുറയും. ഓക്കെ, അക്വചെക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഈ ഷുഗർ നോക്കുന്ന സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അക്വചെക്ക് എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാൻഡിന്റെ സ്ട്രിപ്പിന്റെ റേറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സ്ട്രിപ്പ് റേറ്റ് കുറവുള്ള ബ്രാൻഡിനെ ചൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ, പ്രൈസ് കൂടുകയാണെങ്കിൽ നമ്മളെ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്താണ്? നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് പറയും. ഓക്കെ, ഇനി കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗുഡ്സിന്റെ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും. ഓക്കെ, അതാണ് ഇവിടെ 2 ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടോ? അത് രണ്ടും മനസ്സിലായിട്ടുണ്ടോ? Yes, sir. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ, അതായത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കണ്ടു, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടു. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഒക്കെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഈ 2 രീതിയിലും പറയാം. ഓക്കെ, 2 ഹെഡിങ്ങിലും പറയാം. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നോ അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ റിലേറ്റഡ് ഗുഡ്സ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ആവറേജ് റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്വാണ്ടിറ്റി. ഓക്കെ, ആവറേജ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. പ്രൈസ് മാറിയിട്ട് എന്ത് വന്നു? നേരത്തെ ഇൻകം വന്നു, ഇവിടെ ഇൻകം മാറിയിട്ട് എന്ത് വന്നു? റിലേറ്റഡ് ഗുഡ്സ് വന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കണക്ഷൻസ് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കണക്ഷൻസ് മനസ്സിലാവുന്നുണ്ടോ? Yes, Yes, sir. sir. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾറെഡി ആൻസർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുക. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതൊന്നും അത്ര നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാട്ടോ ഞാനിതൊന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, കാരണം സിമിലർ കൺസെപ്റ്റ് ആണ്. RG എന്തായിരുന്നു? റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ്. ഓക്കെ, ഓൾറെഡി ഈ ഒരു അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, CG എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഗുഡ്സ്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഈ ബ്ലൂ റിലേറ്റഡ് ഗുഡ്സ്, അതാണ് ഈ RG എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കൂടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ചാൽ നമ്മളെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആവും.
ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. പ്രോപ്പറായിട്ട് എഴുതിയെടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്കിൽ പോവാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? പറഞ്ഞേ. കഴിഞ്ഞു സർ. ബാക്കിയുള്ളവരോ? യെസ് സർ. ഓക്കെ ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? റിലേറ്റഡ് ഗുഡ്സ് പ്രൈസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ് സർ. ഓക്കെ അല്ലേ? എന്താ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെന്ററി ഗുഡ്സ്, ഇതൊക്കെ Yes, എന്താന്ന് മനസ്സിലായില്ലേ? Yes, sir. ഓക്കെ. യെസ് സർ. ഓ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ലോ ഓഫ് സപ്ലൈ. ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ത് സർ, ഒരു perspective- ഒരൊറ്റ മിനിറ്റ്. അതിൽ -1.317 അത് മൈനസ് എന്ന് പറഞ്ഞത് എങ്ങനെ -1.317 എന്ന് എഴുതിയത്? മൈനസ് വന്നതാണോ? ആ ഉണ്ട്. അതായത് ഇതെന്താണ്, ഇതെന്ത് ഗുഡ്സ് ആണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ലേ? അപ്പൊ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലേ? നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി അല്ലേ? നെഗറ്റീവ് ഇമ്പാക്ട്. ആ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ്.
ഓക്കെ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇലാസ്റ്റിക് ആണെങ്കിൽ പ്ലസ് ആയിരുന്നു. ഓക്കെ, അതും കൂടെ ഞാൻ പറയാൻ മറന്നു പോയതാട്ടോ. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ ഡൗട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ള ഇപ്പോൾ -1.317 അതുപോലെ തന്നെ പോസിറ്റീവ് 1.317 തന്നാൽ നിങ്ങൾക്ക് ആൻസർ എന്താണ്, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഫൈൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈനസ് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ആണെന്നുണ്ടെങ്കിലോ പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Okay, sir. അത് ഓക്കെ, കുറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, ഫിഗർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ സർ? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്, ഡിമാൻഡിനുമായിട്ട് കോംപ്ലിമെന്ററി എന്താണ്? ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഇമ്പാക്ട് അല്ലേ? അല്ല, അങ്ങനെയല്ല കോംപ്ലിമെന്ററി ഉദ്ദേശിക്കുന്നത്. ഗുഡ്സിന്റെ അതായത് പ്രൈസ് കുറയുകയാണെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസും കൂടുകയാണെങ്കിലും കുറയുകയാണെന്നുണ്ടെങ്കിലും ഡിമാൻഡിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഡിമാൻഡിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ പ്രൈസ് കൂടല്ലേ ചെയ്യുന്നത്, 100 നിന്ന് 140 അല്ലേ ആയത്? ഇത് നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ഇപ്പൊ സപ്പോസ് അതിന്റെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡിനെ അത് പോസിറ്റീവ് ആയിട്ടല്ലേ കൂടല്ലേ ചെയ്യാ? എങ്ങനെ? കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുകയാണല്ലേ ചെയ്യുക. അപ്പൊ അത് പോസിറ്റീവ് ഇമ്പാക്ട് അല്ലേ വരിക? അത് അല്ല, ഇത് പോസിറ്റീവ്ലി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഇതെന്താണ്, പോസിറ്റീവ് ആണ്. സെല്ലിംഗ് പ്രൈസിന് ഡിമാൻഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ റിലേഷൻ എന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, മറ്റേതെന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ. അതായത് സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഓക്കെ, അതെന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. സെല്ലിംഗ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, എന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. എനിക്ക് എന്ത് പറ്റി? അല്ല സർ, നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന് പറയുമ്പോ ഓക്കെ ഇപ്പൊ മനസ്സിലായി. ഓക്കെ ഒന്ന് കൂടുമ്പോ മറ്റേത് കുറയും, അതാണ് അതെ അതെ ഉദ്ദേശിക്കുന്നത് അതെ, അല്ലേ? അത് തമ്മിലുള്ള ഡിമാൻഡ് ഓക്കെ തമ്മിലുള്ള റിലേഷൻ. തമ്മിലുള്ള രണ്ടും ഒരേ ലെവലിലുള്ള ഇമ്പാക്റ്റ് അല്ല ഉണ്ടാവുക. ഓക്കെ അതെ അതെ അതെ, ഓക്കെ. ഓക്കെ മനസ്സിലായി. പിന്നെയുള്ളത് ലോ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ലോ ഓഫ് സപ്ലൈ. ഈ ലോ ഓഫ് സപ്ലൈ പറയുന്നതിന് മുമ്പ് നമ്മൾ ഡിമാൻഡ് ഏത് പെർസ്പെക്റ്റീവിലാണ് നോക്കിയത്? ബയ്യറിന്റെ പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്താ, പ്രൈസ് കൂടുമ്പോൾ, അതായത് പ്രൈസ് കൂടുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ എന്താണ്, നോർമലി നിങ്ങൾ പ്രൈസ് കൂടുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങുമോ? ഇല്ലല്ലോ. മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണുള്ളത്, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, സിമിലർ കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്, ബയ്യേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ബയ്യേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ് അത് പറയുന്നത്. ലോ ഓഫ് സപ്ലൈ എപ്പോഴും എന്താണ്, സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് സംസാരിച്ചപ്പോൾ നമ്മളൊരു ബയ്യർ ആയിട്ട്, നമ്മളൊരു കസ്റ്റമർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങൂല. അപ്പൊ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, ആ രീതിയിൽ. ഓക്കെ, സപ്ലൈ, ലോ ഓഫ് സപ്ലൈ എങ്ങനെയാണ്, സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിൽക്കുന്ന ആളാണ്. ഓക്കെ, നമ്മളെന്താണ്, നമ്മളൊരു ബിസിനസ് ഓണറായിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ എന്താ, പ്രൈസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ കൂട്ടും. കാരണം എന്താണ്, അപ്പോഴേ നമ്മളെ കമ്പനിക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കും. ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ കുറക്കും. ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറക്കും. ഓക്കെ, ഇത് ഈ എക്സ്പയർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനൊന്നും ഈ ഒരു രീതിയിലല്ല കേട്ടോ. ഓക്കെ, അല്ലാത്ത പ്രൊഡക്ട്സിന്റെ കാര്യം പറയുന്നത്, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറക്കും. ഇതെന്താണ്, പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
Yes, sir. ലോ ഓഫ് സപ്ലൈ മനസ്സിലായോ? Yes, sir. Okay. Law of supply states that price and quantity supply has a positive or direct relationship. എന്താണ് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ് എന്നർത്ഥം. ഓക്കെ ഓക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് ചെയ്തോ? Yes, sir. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് other factors affecting supply. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഡിമാൻഡിന് ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈനും കുറച്ച് ഫാക്ടേഴ്സ്, അതായത് പ്രൈസ് അല്ലാത്ത വേറെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളതാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റിസോഴ്സ് പ്രൈസ്, റിസോഴ്സിന്റെ പ്രൈസ് കൂടി, അതായത് നമ്മൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ പ്രൈസ് കൂടി. ഓക്കെ, അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടി എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കോസ്റ്റ് കൂടും, നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ കുറക്കും, നമ്മൾ കമ്പനി എന്ത് ചെയ്യും, സപ്ലൈ കുറക്കും. ഓക്കെ, ഇനി റിസോഴ്സിന്റെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റ് കുറവായിരിക്കും, അപ്പൊ എന്ത് ചെയ്യും, സപ്ലൈ കൂട്ടും, അപ്പൊ എന്താണ്, പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തതാണ് എന്ത്, ടാക്സും സബ്സിഡിയും ഒക്കെ. ടാക്സ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ടാക്സ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൂടുകയാണ്, അപ്പൊ എന്ത് ചെയ്യും, സപ്ലൈ കുറയും. ഓക്കെ, ടാക്സ് കുറയാണെന്നുണ്ടെങ്കിലോ നമ്മൾ കോസ്റ്റ് കുറക്കും, ടാക്സ് കുറയുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും, അപ്പൊ എന്ത് ചെയ്യും, സപ്ലൈ കൂടും, അതായത് പ്രോഫിറ്റ് കൂടുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, ഇനി സബ്സിഡി ആണെന്നുണ്ടെങ്കിലോ, സബ്സിഡി ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, അത് നേരെ തിരിച്ചായിരിക്കും. അതായത് സബ്സിഡി കൂടുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറയും, സപ്ലൈ കൂടും. ഓക്കെ, അതുപോലെ തന്നെ സബ്സിഡി കുറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടും, സപ്ലൈ കുറക്കും. ഓക്കെ, ആ രീതിയിൽ ഇതിന്റെ നേരെ തിരിച്ചു വരും. ഓക്കെ, ടാക്സിന്റെ എഫക്റ്റിന്റെ നേരെ തിരിച്ചു വരും. വൈസ് വേഴ്സ ആണ് എന്ത്, സബ്സിഡിന്റെ കേസ്. ഓക്കെ, സബ്സിഡി എന്താണ്, ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ടാക്സ് എന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നേരെ റിവേഴ്സ് ആയിരിക്കും വരിക എന്നുള്ളതാണ് ടാക്സ് ആൻഡ് സബ്സിഡിന്റെ കേസിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഈ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള No, രണ്ടെണ്ണത്തിൽ? No, sir. ഓക്കെ, സുബിത ഓക്കെ അല്ലേ? Okay, sir. ഇതൊന്ന് Sir, സ്ക്രീൻഷോട്ട് ചെയ്യും. സെല്ലേഴ്സ് സപ്ലൈ അല്ലേ SS എന്ന് പറയുന്നത്? സപ്ലൈ എങ്ങനെ, വെറും സപ്ലൈ SS സപ്ലൈ എന്നുള്ളത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നുള്ളൂ. ഓക്കെ, ഡിമാൻഡ് എന്ന് എഴുതുന്നത് ഡി എന്നല്ല എഴുതിയത്, അതുപോലെ തന്നെ സപ്ലൈ. ഓക്കെ, അതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സപ്ലൈ ഡിക്രീസ് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയോ? സ്ക്രീൻഷോട്ട് ചെയ്യുക കേട്ടോ. ചെയ്തോ? yes, sir. Yes, sir. ഇനി ടെക്നോളജിക്കൽ ചേഞ്ചസ്. ഓക്കെ ഓക്കെ, ഈ ടെക്നോളജി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെക്നോളജി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? Price പ്രൈസ് കൂടും. ഓക്കെ, കൂടും. പ്രൈസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടൂലേ? അപ്പൊ കൂടുതൽ പ്രോഫിറ്റ് കിട്ടൂലേ? അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെക്നോളജി വരുന്ന ചേഞ്ച്, ടെക്നോളജി കൂടുമ്പോൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ, ടെക്നോളജി എപ്പോഴും എന്താണ്, അഡ്വാൻസ് ചെയ്ത് പോവാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ സപ്ലൈ കൂടാം. ഓക്കെ, അതെന്താണ്, സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഴുതിയിട്ടുള്ളത് നോക്കണ്ട കേട്ടോ. ഓക്കെ, അത് വേറൊരു എക്സാമ്പിൾ, വേറൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ ഓക്കെ, അതിനോട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നു. ഓക്കെ, അത് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്
ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓ, സർ ഇനി അപ്പൊ ഇത് നോട്ട് ചെയ്യണ്ടല്ലോ. ഇത് ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അതായത് മനസ്സിലാക്കിയാൽ അല്ല, മതി. ഇതില് ആ ഒരു ഇത് മാറ്റിയിട്ട് ഞങ്ങൾ ഇത് എഴുതിയ ടെക്നോളജി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യും എന്ന് മാത്രം നോട്ട് ചെയ്താൽ പോരെ? അതെ 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 അതെ, ഇത് എഴുതണ്ട. ഓക്കെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് എന്ത് ചെയ്യും? സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് എന്ത്? സെല്ലേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്. സെല്ലറുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് കൂടുമെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കറന്റ് അതിന്റെ സപ്ലൈ കുറക്കും. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടും. ഓക്കെ ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പൊ ഈ നമ്മളുടെ ഉള്ളി ഉണ്ടല്ലോ, സവാള. ഓക്കെ, ഒരു ടൈമിലെ സവാളൊക്കെ ആളുകൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് പ്രൈസ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്തു? സപ്ലൈ കൂട്ടി. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. യെസ് സർ. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഓക്കെ, കാരണം നാട്ടിലൊരു ടൈമില് അങ്ങനെ ഉണ്ടായിരുന്നു, ഉള്ളിക്ക് ഭയങ്കര വില, ട്രോളൊക്കെ അല്ലായിരുന്നോ? ഫുള്ള് ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് സ്വർണത്തിനേക്കാൾ മൂല്യമുള്ളത് നമ്മളുടെ സവാളയാണെന്ന് പറഞ്ഞിട്ട്. അതെ അതെ, യെസ് സർ. അതെ, ആ ഒരു സാധനം എന്താണ്? ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കൂടാന്ന് അറിയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു സാധനം, ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ കറൻസി സിനാരിയോയിൽ എന്തായിരിക്കും? അപ്പൊ അവിടെ സപ്ലൈ കുറവായിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് സിനാരിയോ എന്തായിരിക്കും? സപ്ലൈ കുറവായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടും. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുന്നത്? ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മാക്സിമം ഇപ്പോൾ തന്നെ സപ്ലൈ ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതാണ് സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ് സപ്ലൈ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes. ഓ, അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല സർ. കുറച്ച് ഫാസ്റ്റ് No. ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, എനിക്കറിയാം അത്. പക്ഷെ ഇത് ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോകേണ്ട സാധനമാണ്. ഓക്കെ, പിന്നീട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സർ പ്രോപ്പർ ഇതിനെ ആയിട്ട് ബേസ് ചെയ്ത് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരിക? തിയറി ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പല തിയറി ക്വസ്റ്റ്യൻസിലും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അതായത് വേറെ എന്തെങ്കിലും ഇപ്പോൾ പ്രൈസ് ലാസ്റ്റി ഓഫ് ഡിമാൻഡിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരും. ചിലപ്പോൾ നിങ്ങളോട് തിയററ്റിക്കലായിട്ട് ചോദിക്കാം, ഇപ്പോൾ ഇത്രയും ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് സപ്ലൈനെ എഫക്ട് ചെയ്യാത്തത് എന്നുള്ളത് ചോദിച്ചാൽ ഈ പറയുന്നതൊക്കെ എന്താണ്? സപ്ലൈനെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സെപ്റ്റ് ഇതിലില്ലാത്ത ഒന്നായിരിക്കും എന്ത്? സപ്ലൈനെ എഫക്ട് ചെയ്യാത്തത്. ഓക്കെ, ആ രീതിയിൽ ചോദിക്കാം. നോർമലി തിയറിയിൽ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളൊന്നും വരാവുന്നത് കാണാറില്ല. എന്നുണ്ടെങ്കിലും നമ്മൾ സിലബസിലുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും 4 ഐറ്റംസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? സപ്ലൈനെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെ പ്രൈസും. ഓക്കെ, റിസോഴ്സിന്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കുറക്കും. എന്നിട്ട് റിസോഴ്സിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത് കോസ്റ്റ് കുറയുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, ആ രീതി. ഇപ്പോൾ ടാക്സിന്റെ കാര്യം പറഞ്ഞു, സബ്സിഡി ടാക്സിന്റെ എൻറ്റയർലി വൈസ് വേഴ്സ് ആയിട്ടാണ് വരിക. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ടെക്നോളജിയുടെ ചേഞ്ചസ് പറഞ്ഞു, പ്രൈസ് കൂടും. ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആകുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടും. ഓക്കെ, ഇനി സെല്ലേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ, ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെന്ന് കണ്ടാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ കുറക്കും. ഫ്യൂച്ചറിൽ മാർക്കറ്റ് പ്രൈസ് കുറയുകയാണെന്ന് കണ്ടാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ കൂട്ടും. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു മാർക്കറ്റ് പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, സപ്ലൈ കുറച്ചിട്ട് വെക്കും. ഓക്കെ ഓക്കെ, മാക്സിമം ഇപ്പൊ സെയിൽ ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒക്കെ ഉദ്ദേശം. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചോ മക്കളെ. പ്രൈസ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെന്താണ്, ഡിമാൻഡ് കുറയും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ട്, ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. ഓക്കെ, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഡിമാൻഡ് കൂടും. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കൂട്ടും. അപ്പൊ ഡിമാൻഡ് കുറയും. ഇതിങ്ങനെ ഒരു സൈക്ലിംഗ് ആണ്. ഓക്കെ ഓക്കെ, പ്രൈസും ഡിമാൻഡിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ കേസിൽ പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. ഓക്കെ, ഡിമാൻഡ് കുറയുന്ന സമയത്ത് പ്രൈസ് കുറക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന് വീണ്ടും ഡിമാൻഡ് കൂടും. ഡിമാൻഡ് ഹൈയിലെത്തുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കൂട്ടും. ഓക്കെ, ഇതൊരു എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഒരു സർക്കിൾ ആയിട്ടാ പോവാ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, Yes, sir. sir. ഓക്കെ, ഇനി ലോ ഓഫ് സപ്ലൈ ലോ. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. അതായത് നമ്മളടുത്ത് ഒരു ലിമിറ്റ് വരെയല്ല സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. പ്രൈസ് കുറക്കുമ്പോൾ സപ്ലൈ കുറയും. ഓക്കെ, സപ്ലൈ കുറയുമ്പോൾ വീണ്ടും നമ്മളടുത്ത് സ്റ്റോക്ക് എത്തും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ പ്രൈസ് കൂട്ടും. പ്രൈസ് കൂട്ടുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, ഇതിങ്ങനെ എന്താണ്, ഇതൊരു സൈക്കിളാണ്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ ഒക്കെ എന്താണ്, ഒരു സൈക്കിളാണ്. ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ വീണ്ടും പ്രൈസ് കൂട്ടും. ഇതെന്താണ്, ഇത് റിപ്പീറ്റ് ആയിട്ട് ഒരു സൈക്കിൾ ആയിട്ട് പോകുന്ന സാധനമാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യും. ഇതൊക്കെ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്തോ? Yes. ചെയ്ത്. Yes, sir. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇതിനെ അഫക്ട് ചെയ്യുന്ന അടുത്തതാണ്. നമ്മൾ നേരത്തെ 4 പറഞ്ഞു. ഓക്കെ, ഐ തിങ്ക് ഓക്കെ, ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസിനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് സപ്ലൈയിൽ. ഓക്കെ, നേരത്തെ പറയാൻ വിട്ടുപോയതാ. ഓക്കെ, ഇത് ജസ്റ്റ് 2 ടൈപ്പ് ഓഫ് പഴം. ഓക്കെ, പഴത്തിന്റെ ഇതിന്റെ പ്രൈസിനെ കുറിച്ചാണ് കമ്പാരിസൺ പറയുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓക്കെ, മൈസൂർ പഴം അതുപോലെ തന്നെ പൂവൻ പഴം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് പഴത്തിന് പ്രൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് മൈസൂർ പഴമാണ് എന്ത്, പൂവൻ പഴത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഓക്കെ, പൂവൻ പഴത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ് മൈസൂർ പഴം. ഓക്കെ, മൈസൂർ പഴത്തിന്റെ പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മൈസൂർ പഴത്തിന്റെ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ മൈസൂർ പഴത്തിന്റെ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ മൈസൂർ പഴത്തിന്റെ തന്നെ ഡിമാൻഡ് കൂടും. ഓക്കെ, പ്രൈസ് കുറയുന്നതിന്റെ അല്ല ഡിമാൻഡ് കൂടുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റാണ്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ്. മൈസൂർ പഴത്തിന്റെ പ്രൈസ് കുറയുമ്പോൾ മൈസൂർ പഴത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ഓക്കെ, പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് കുറയുമ്പോൾ പൂവൻ പഴത്തിന്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറയും. പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കുറയും. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിമാൻഡിന്റെ കണക്ഷൻ എങ്ങനെ സപ്ലൈയിലോട്ട് വന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം തന്നെ. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡും ലോ ഓഫ് സപ്ലൈയും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് പറയുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? Yes, sir. ഇല്ല സർ. 2 ടൈപ്പ് ഓഫ് പഴത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൈസൂർ പഴമുണ്ട്, പൂവൻ പഴമുണ്ട്. ഓക്കെ, മൈസൂർ പഴത്തിന്റെ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ മൈസൂർ പഴത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആയിട്ടുള്ള പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് കുറയുമ്പോൾ അതിന്റെ പ്രൈസ് എന്ത് ചെയ്യും, കുറക്കും. ഓക്കെ, ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കുറക്കും. ഓക്കെ, അതല്ല ഇവിടെ പറഞ്ഞത്. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറക്കും. ഓക്കെ, പ്രൈസ് കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ഓക്കെ,
പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്രൈസ് പൂവൻ പഴത്തിന്റെ ഡിമാൻഡ് കുറയുമ്പോൾ പൂവൻ പഴത്തിന്റെ പ്രൈസ് കുറയും, പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കുറയും. ഓക്കെ, അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഗുഡിന്റെ സപ്ലൈ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ഗുഡിന്റെ സപ്ലൈ എന്ത് ചെയ്യും, കൂടും. ഓക്കെ ഓക്കെ Okay. ഓക്കെ സർ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കിളിന്റെ സിമിലർ ആയിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓരോ ആരോ മാർക്ക് ഇട്ടത് അത് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എങ്ങനെ നമ്മളെ ഗുഡിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? Yes. യെസ് സർ. സ്ക്രീൻഷോട്ട് ചെയ്തോ? യെസ് സർ. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കി. അത് ചെയ്ത് നോക്കി. ഞാൻ ആൻസർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഫൈൻഡ് ചെയ്തേ. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്തായിരിക്കും, എന്ത് ഫിഗർ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. അപ്പൊ എന്താണ്, പോസിറ്റീവ് റിലേറ്റഡ് ആണ്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കുക. അത് എത്ര ടൈംസ് ആണെന്ന് ഫൈൻഡ് ചെയ്ത് പറഞ്ഞേ. ഓൾറെഡി നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും, എന്നുണ്ടെങ്കിലും ഒന്ന് ഫൈൻഡ് ചെയ്യാം. ആ ഒരു പ്രോപ്പറായിട്ട് ആ ഇക്വേഷനും എന്ത് ചെയ്യാം, എഴുതി വെക്കുക കേട്ടോ. ഇവിടെ ഇക്വേഷനിൽ എന്താ ചേഞ്ച് വരുന്നത്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ല, ക്വാണ്ടിറ്റി സപ്ലൈ ആണ്. അതുപോലെ തന്നെ ആവറേജ് ക്വാണ്ടിറ്റി സപ്ലൈ. ഓക്കെ, ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചേഞ്ച് വരുന്നത് കേട്ടോ. ഓക്കെ, ഇക്വേഷൻ സിമിലർ ആയിട്ട് തോന്നും. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ 1.6 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ അയച്ചത് കറക്റ്റ്. സർ ഓക്കെ 1.46 അത് മുമ്പ് പഴയ ഇതാ. ആ ഓക്കെ ഓക്കെ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അയക്കട്ടോ. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, കാരണം മൺഡേ നമ്മളോട് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നന്ദന എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് കണ്ടില്ലേ. ഓൾറെഡി നമ്മളെ വീലുണ്ട്, നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവേണ്ട ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. കുറച്ച് ദിവസം ലീവായിട്ട് വന്നു, അതുകൊണ്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് പോലെ അല്ല ക്ലാസ്സിന്റെ ടൈമും കാര്യങ്ങളൊന്നും പോയത്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പറഞ്ഞ് അത് ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പോവുള്ളൂ കേട്ടോ. ഓക്കെ,
ഇനിയിപ്പോ ഇൻ കേസ് മൺഡേ നമുക്ക് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൺഡേ മുതൽ പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പാരലായിട്ട് ഇതിനൊരു 1 hour ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് എടുക്കും. ഓക്കെ, ആ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, Yes, sir. കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി എടുക്കാനുള്ളതും തിയറി സെക്ഷൻ ആണ്. ഓക്കെ, സെപ്പറേറ്റ് സെക്ഷൻ എടുക്കുന്നു പറഞ്ഞതല്ലേ? അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ? അത് അതെ. സാറ്റർഡേ സൺഡേ ആയിരിക്കില്ലേ? സാറ്റർഡേ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യും. സാറ്റർഡേ സൺഡേ മാക്സിമം ഒഴിവാക്കിയിട്ട് ഓക്കെ, സാറ്റർഡേ വെച്ചിട്ട് തീരും. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇൻ കേസ് ഇന്നിപ്പോ നാളെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നാളെയും കൂടി ക്ലാസ് വെക്കാൻ. കാരണം എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് നാളെ. അത്യാവശ്യം ടൈം ഇപ്പോൾ ഇവിടെ നാട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് റെഡ് അലേർട്ട് ഒക്കെ ആയതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സും പ്രോപ്പർ ആയിട്ടല്ല നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഓഫ്ലൈൻ ക്ലാസ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവേഴ്സ് അവിടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ക്ലാസ് അവേഴ്സ് പറ്റുമോ എന്നുള്ളത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, മൺഡേ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വെച്ചിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇൻ കേസ് അത് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു രീതിയിൽ വീക്കെൻഡ്സിലോ അതായത് സാറ്റർഡേ വെച്ചിട്ട് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതങ്ങ് തീർക്കും. ഓക്കെ, സർ ഈ സൺഡേ എക്സാം ഉണ്ടോ നമുക്ക്? സൺഡേ എക്സാം ഓൾറെഡി സൺഡേ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, സർ എനിക്ക് മൺഡേ ഞങ്ങളുടെ MDC എക്സാമിനേഷൻ 88% പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കംപ്ലൈന്റ് കൊടുത്തോണ്ട് എല്ലാ കോളേജിലും ആ എക്സാം റീ എക്സാമിനേഷൻ വെക്കുക. അപ്പൊ അത് മൺഡേ ആണ്. ഓക്കെ, ഓക്കെ, ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ എക്സാം നടത്തും. ഓക്കെ, എന്തായാലും ആ എക്സാം പ്രോപ്പർ ആയിട്ട് ഓക്കെ നടത്തും. അത് അടുത്ത സെക്ഷനിൽ കയറിയിട്ടാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എക്സാം നടത്താമല്ലോ. ഓക്കെ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ചിന്തിക്കാനോ ഇത്രയും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ഇരിക്കാനോ ഉള്ളൊരു സെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താ പറയുന്നത് കേട്ടാൽ മാത്രം മതി. തിയറിറ്റിക്കൽ ആയിട്ടുള്ള സെക്ഷനാണ്. ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ മുതൽ ഓക്കെ, എന്തായാലും എല്ലാവരും ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ തിയറി സെക്ഷനാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടോന്ന് വരെ എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, ക്യാമറ ഓൺ ആക്കി തന്നെ ഇരിക്കണം. ആ ഒരു പ്രൊസീജിയറിലോട്ട് പോകും. ഓക്കെ, സുബിതൊക്കെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ സർ ഇത് പഠിക്കാൻ കുറച്ച് ടൈം തരണം. ഓ, ഓക്കെ, ഓക്കെ, അതായത് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഓൾറെഡി ടൈം തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, സർ നോക്കിയിട്ടേ ഇല്ല ഞാൻ സ്ക്രാച്ച് ഒന്ന് തുടങ്ങണം. ഞാന് അന്ന് പറഞ്ഞില്ലേ, എനിക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സുബിതൊക്കെ പോയത്. മിസ്സായി പോയി, ഒന്നും അതെ, ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അത് മാക്സിമം എന്റെ എഫേർട്ട് ഇടാം സർ. ഓക്കെ. ഇതിന് മുമ്പ് നടന്ന ഒരു എക്സാമും സുബിത അറ്റൻഡ് ചെയ്തിട്ടില്ല. മിസ് ഓക്കെ, ചെയ്തു. ഇല്ല സർ, അതെ, അതും അതെ, എനിക്ക് നോക്കാനേ പറ്റിയിട്ടില്ല സർ. ഞാൻ നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തിരിച്ചു വന്നതിന് ശേഷം. പക്ഷെ തിരിച്ചു വന്ന് വിത്തിൻ 4 days എനിക്ക് വീണ്ടും നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഓക്കെ, സോ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു അതെ, ഇതായിരുന്നു. അതെ, അതെ, കുഴപ്പമില്ല. നമ്മള് സുബിതൊക്കെ ഞാൻ അഗെയിൻ ആ ഒരു എക്സാം ജസ്റ്റ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, ആ എക്സാം ഞാൻ എന്ത് ചെയ്യും, അത് ഉടൻ റീടേക്ക് അടിക്കും. ഓക്കെ, ഉടൻ വേണ്ട സർ, ഇതാദ്യം നടക്കാം. ഞാൻ ഇത് പ്രോപ്പർ ആയിട്ട് പഠിക്കാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് എഴുതാം. ഞാൻ എഴുതും സർ. എനിക്കും അതൊരു എഴുതണത് എനിക്കും ഒരു ഗുണമാണല്ലോ. നമ്മൾ ഏത് അതെ, അതെ, ലെവലിൽ അതെ, നിൽക്കണമെന്ന് നമുക്കൊരു അനലൈസ് ചെയ്യാനുള്ള ഒരു മീൻസ് ഓപ്പർച്യൂണിറ്റി ആണത്. അതെ, അതെ, എഴുതും. പക്ഷെ ഈ ഒരു മാർജിനൽ അനാലിസിസിന്റെ ഇത് കഴിഞ്ഞ, കാരണം എല്ലാം കൂടി ആവുമ്പോൾ ഞാൻ ആകെ അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിലാവും എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മാക്സിമം നോക്കി തുടങ്ങിയിട്ടില്ല, തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് മൺഡേ എന്തായാലും ഞാൻ സാർ എന്നോട് അതാ പറഞ്ഞത്. കാരണം ഈ സ്റ്റുഡൻസ് കുറെ ആയിട്ട് ജോയിൻ ആയിട്ടുണ്ട്. അവര് ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചിട്ട് അവർക്ക് ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു വിദ്യാരൂപ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവാണ്. കാരണം നമുക്ക് റേഞ്ച് ഇഷ്യൂ അതുപോലെ തന്നെ പല ഇഷ്യൂസും വരെ എക്സാം
അതുപോലെ കുറെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത സെക്ഷന് മൺഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും അത് രീതിയിൽ തന്നെ പോകും. ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബാലൻസ് ചെയ്ത് പോകും. കാരണം എനിക്കൊരു ഓക്കെ 2-3 ക്ലാസ് അഡീഷണൽ ആയിട്ട് വേണ്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഇപ്പൊ ഞാൻ തന്നെയാണ് നെക്സ്റ്റ് സെക്ഷൻ എടുക്കുന്നത്, തിയറി സെക്ഷൻ. ഓക്കെ, ആ തിയറി സെക്ഷൻ അത്ര പ്രഷേർഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, തിയറി സെക്ഷൻ എടുക്കുന്നത് അതും പഠിക്കണം, പിന്നെ എന്ത് ചെയ്യണം, ഇതും പഠിച്ചിട്ട് ഇതിന്റെ എക്സാമും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ആ രീതിയിലോട്ട് പോകും. ഓക്കെ, CMA എന്ന് പറയുന്നത് ഒരിക്കലും എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് പ്രഷർ ഇതിലുണ്ടാവും, പക്ഷെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഓക്കെയാണ്. ഓക്കെ, കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ, പഠിക്കുന്നത് എന്താണെങ്കിലും ആ സർ ഒരു ഇത് പറഞ്ഞോ. സർ തിയറി ചാപ്റ്റർ എടുക്കണ സമയത്തില്ലേ ഉം. ഞങ്ങക്ക് തന്ന ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ടെക്സ്റ്റ് ഇല്ലേ? ഹോക്കിന്റെ ടെസ്റ്റ് ആണോ? ഹോക്കിന്റെ ടെക്സ്റ്റ് അതിലുള്ള ഡെഫിനേഷൻസ് വൈസ് ആയിരിക്കില്ലേ? ഞാന് ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഈ എടുക്കുന്ന തിയറി അടക്കം, ഓക്കെ, ഞാൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ഏത് ഫാക്കൽറ്റി എടുക്കുന്ന തിയറി പോർഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഹോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈലി എന്ന് പറയുന്നതോ ഗ്ലിം എന്ന് പറയുന്ന ഏത് സോഫ്റ്റ്വെയറിന് എൻറ്റയർ സിലബസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ക്ലാസ്സിൽ എടുത്ത് മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ തിയറി സെക്ഷൻസ് ഒക്കെ എന്താണ്, നമ്മൾ നിങ്ങൾക്കൊരു ഒരു 40-60% ഒരു ഐഡിയ തരുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഏത് തിയറി സെക്ഷൻസ് എടുക്കുമ്പോഴും ഒരു 40-60% ഒരു ഐഡിയ നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടാണ് കിട്ടുക? ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. പിന്നെ അതുപോലെ തന്നെ ഹോക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, എന്നുണ്ടെങ്കിലേ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ തിയറി സെക്ഷൻസിന്റെ ഒക്കെ ഒരു നോട്ട് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യും. ഓക്കെ, അതിൽ ഞാൻ ക്ലാസ്സിൽ പറയുന്നതിനേക്കാളും കുറച്ച് അഡീഷണൽ പോയിന്റ്സ് അതിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, പ്രൈസിങ് തരും. അപ്പോൾ പ്രൈസിങ്ങിന്റെ ഈ ഒരു പോർഷന് തരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇനി എടുക്കാൻ പോകുന്ന തിയറി പോർഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഒരു ഷോർട്ട് നോട്ട്, ഓക്കെ, PDF ആയിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അത് ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, ഷെയർ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, ഓക്കെ സർ പ്രൈസിംഗില് പ്രോബ്ലംസ് ഇല്ല അല്ലേ? പ്രൈസിങ്ങിൽ ഇതാണ് പ്രോബ്ലം. ലൈക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം നമ്മള് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അല്ല സർ, സാധാരണ നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ കുറെ പ്രോബ്ലം ചെയ്തിട്ട് ഇല്ല, അങ്ങനെ പ്രൈസിങ് ഒരു മേജർ പോർഷൻ എന്താണ് പ്രൈസിങ്ങിൽ? തിയറിയാണ്. ഓക്കെ, മേജർ പോർഷൻ പ്രൈസിങ്ങിൽ തിയറിയാണ്. ഓക്കെ, ഇത് എഴുതിയെടുത്തോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തോ, അല്ലെങ്കിൽ എഴുതിയെടുത്തോ? എന്താ അവസ്ഥ? സ്ക്രീൻഷോട്ട് ചെയ്തു സർ. സ്ക്രീൻഷോട്ട് ചെയ്തു സർ. ഓ, ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടില്ല. ഈ സ്ക്രീൻഷോട്ട് ചെയ്യുന്നതൊക്കെ നോട്ടിൽ ഉണ്ടാവണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലാവാത്തത് കൊണ്ടാണ് എക്സാമിലോട്ടൊക്കെ എത്തുമ്പോൾ 6 സെക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നോട്ടിൽ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സർ. അൺമ്യൂട്ട് ചെയ്തതുകൊണ്ട് ചോദിച്ചാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ ശിവാനി? യെസ് സർ. ഓ, ഇനി സപ്ലൈ കർവ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നു? ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നു? ഡൗൺവേർഡ് സ്ലോപ്പ്. ഓക്കെ, ഇവിടെ എന്താണ് സപ്ലൈ കർവ് എങ്ങനെയാണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, അതിന്റെ ഒരു കർവ് പ്രോപ്പറായിട്ട് വരച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഓക്കെ. സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. ഇത് നിങ്ങളുടെ നോട്ടിൽ വേണ്ടതാണ്, നോട്ടിൽ ഉണ്ടാവേണ്ടതാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ വന്നിട്ടാണ് അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ വരച്ചു വെക്കുക കേട്ടോ, കർവൊക്കെ. അതുപോലെ തന്നെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇപ്പൊ ഒരു
ഒരു ഗ്രാഫ് വന്നിട്ട് ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് എന്താണ് സപ്ലൈ കർവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അത് മനസ്സിലാക്കുക. സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്. യെസ് സർ. ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എഴുതി പറഞ്ഞു തരേണ്ട ഒരു സാധനമാണ്. എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളിത് ഇതിലെ പ്രോപ്പറായിട്ട് ഓരോ കളറും ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. ഓക്കെ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി സപ്ലൈ തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും വന്നിട്ടുള്ളതാണ് ആ ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അതായത് പ്രൈസ് 200, 300 യൂണിറ്റ്സ് എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡും 300 യൂണിറ്റ്സ് എന്തും ക്വാണ്ടിറ്റി സപ്ലൈയും. ഓക്കെ ഇതാണ് എന്ത് ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ. ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡിമാൻഡ് കർവ് വരച്ചിട്ട് കാണിച്ചു. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്താണ് ഡിമാൻഡ് കർവ്, അപ്വേർഡ് സ്ലോപ്പിംഗ് എന്താണ് സപ്ലൈ കർവ്. ഓക്കെ ഈ പോയിന്റ് ആണ് എന്ത് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്, ഈ ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് എന്ത് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ ഇതാണ് എന്ത് ഇവിടെ യൂണിറ്റ്സ് ആണ്, ഇവിടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ്. അപ്പൊ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ ഈ പോയിന്റ് എന്താണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ അതാണ് ഇവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗ്രാഫ് വരച്ചിട്ട് പ്രോപ്പറായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളതും ഇക്വിലിബ്രിയം പോയിന്റ് എന്നുള്ളതും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളതും. ഓക്കെ ഓക്കെ എങ്ങനെ നോ ലോസ് നോ ഗെയിൻ എന്ന് പറയാൻ പറ്റൂല. ഓക്കെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ അതായത് മാർക്കറ്റിന് ഓക്കെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ മാർക്കറ്റിൽ സപ്ലൈയും ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ നോ ലോസ് നോ ഗെയിൻ എന്നുള്ളത് നമ്മളെന്താണ് ഇക്വിലിബ്രിയം മറ്റേതിലാണ്. ഓക്കെ CVP-യിലല്ലേ അത് എന്താണ് നമുക്ക് ഒരു പ്രോഫിറ്റും ഒരു ഗെയിനും ഇല്ലാത്ത ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്ത പോയിന്റ്. ഓക്കെ അത് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ എന്താണ് സപ്ലൈയും ഡിമാൻഡും എന്താണ് ഈക്വൽ ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇക്വിലിബ്രിയം പ്രൈസിലും ഇക്വിലിബ്രിയം പോയിന്റിലും. ഓക്കെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയറിംഗ് പോയിന്റ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ ഇനി നമ്മള് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് എന്ന് വെച്ചാ നമുക്ക് അധികം എന്താ പറയാ അധികം ഇപ്പൊ ഡിമാൻഡ് ഇല്ലാണ്ടായതും ഇല്ല, ഷോർട്ട് ഓഫ് സപ്ലൈയും ഇല്ല, എന്നാ ഓവർ സ്റ്റോക്കും ആയില്ല. അതെ 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 അതായത് മാർക്കറ്റിന്റെ ഡിമാൻഡിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ അപ്പോ ഇനി നമ്മളെ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഏതാണ് ഡിമാൻഡ് കർവ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ്. ഓക്കെ ഡിമാൻഡ് കർവിൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ക്വാണ്ടിറ്റി സ്ക്രീനിൽ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണുന്നില്ല. എങ്ങനെ സർ സ്ക്രീനിൽ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തിയിരുന്നോ? ചേഞ്ചസ് ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ അപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു ഈ ബ്ലൂ ലൈൻ. ഓക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ
അത് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈസ് എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമ്പോഴാണല്ലോ ഡിമാൻഡ് കുറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? എക്സസ് സപ്ലൈ ഓർ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. സപ്ലൈ എന്തായി? സപ്ലൈക്ക് എന്താ സംഭവിച്ചു അവിടെ? കൂടി അല്ല, സപ്ലൈ കൂടുതലുമായി എന്നാൽ നമുക്ക് അതിനത്ര ഡിമാൻഡും ഇല്ല. അതെ, സപ്ലൈ കൂടുകയും ചെയ്തു, അതിനത്ര ഡിമാൻഡും ഇല്ല. അപ്പൊ എന്താണ്? എക്സസ് സപ്ലൈ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങനെ ഒരു സിനാരിയോയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം പോയിന്റിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ശ്രമിക്കും. ഓക്കെ, അതായത് എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ കൂടുതലാണ്. സപ്ലൈ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ്, നമ്മൾ ആ ഒരു സർക്കിൾ പറഞ്ഞില്ലേ, സപ്ലൈ കൂടുമ്പോ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. സപ്ലൈ കൂടുമ്പോ എന്താ ചെയ്ത്? ഇവിടെ സപ്ലൈ കൂടുമ്പോ എന്താ ചെയ്ത്? പ്രൈസ് കുറച്ചു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ കൂടുമ്പോ ഇവിടെ എന്താ? എക്സസ് സപ്ലൈ ആണ്, അതായത് സപ്ലൈ കൂടുതലാണ് അർത്ഥം. സപ്ലൈ കൂടുമ്പോ ഇവിടെ ഈ ഒരു മാർക്ക് നോക്കി, സപ്ലൈ കൂടുമ്പോ എന്ത് ചെയ്തു? പ്രൈസ് കുറച്ചു. പ്രൈസ് കുറയുമ്പോൾ വീണ്ടും ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ എത്തും. അവിടെ എന്താണ്? സപ്ലൈക്ക് അനുസരിച്ചുള്ള ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള സപ്ലൈ വന്നാലും എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് വന്നാലും, ഇതേപോലെ തന്നെയാണ് ഡിമാൻഡിന്റെ കാര്യം. എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് വന്നാലും എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? എക്സസ് ആയിട്ടുള്ള സപ്ലൈ വന്നാൽ നമ്മൾ പ്രൈസ് കുറക്കും. ഓക്കെ, പ്രൈസ് കുറക്കുമ്പോൾ ഡിമാൻഡും എന്ത് ചെയ്യും? സപ്ലൈയും ഈക്വൽ ആയിട്ട് വരും. ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എക്സസ് ഡിമാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ കൊടുത്തിട്ടുള്ളത് എക്സസ് ഡിമാൻഡ് ഓർ ഷോർട്ടേജ് ഓഫ് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് നമ്മൾ കൂട്ടും. ഓക്കെ, പ്രൈസ് കൂട്ടുമ്പോൾ വീണ്ടും എന്തൊക്കെ എത്തും? ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ എത്തും. ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയറിംഗ് പോയിന്റിൽ എത്തും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോയിന്റ് ഏതാ? ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. എക്സസ് ഡിമാൻഡ് വന്നാലും സപ്ലൈ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ തിരിച്ചെത്തിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ ഈ എക്സസ് ഡിമാൻഡ് ഓർ ഷോർട്ടേജ് ഓഫ് സപ്ലൈ എന്നുള്ള പോയിന്റിനെയും എക്സസ് സപ്ലൈ ഓർ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന പോയിന്റിനെയും നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ഇക്വിലിബ്രിയം പോയിന്റ്, അതായത് ഇക്വിലിബ്രിയം അല്ലാത്ത പോയിന്റ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, അതായത് ഇക്വിലിബ്രിയം അല്ലാത്ത പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ഇക്വിലിബ്രിയം പോയിന്റ് എന്നും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇക്വിലിബ്രിയം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ നോട്ടിൽ പ്രോപ്പർ ആയിട്ട് വൃത്തിക്ക് കാണണേ. നോട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യാ? ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരച്ചിട്ട് ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. ഓക്കെ, മറ്റേത് വരക്കണമെന്നില്ല, ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ഈ മൂന്നും എഴുതി വെക്കുക. ഇക്വിലിബ്രിയം പോയിന്റിനെ നമ്മൾ വേറെ എന്തൊന്നും കൂടി വിളിക്കും? മാർക്കറ്റ് ക്ലിയറിംഗ് പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒറ്റ പേജിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്ന് കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, പിന്നെ എക്സസ് ഡിമാൻഡ് വന്നാലും എക്സസ് സപ്ലൈ വന്നാലും അതിനെ ഡിസ്ഇക്വിലിബ്രിയം ആണെന്ന് വിളിക്കും. ഓക്കെ, ഇത് എന്തൊക്കെ? പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ തന്നെ എത്തും? ഇക്വിലിബ്രിയം പോയിന്റിൽ തന്നെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിൽ എപ്പോഴും എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ നമ്മൾ നോക്കുക. ഓക്കെ, അതായത് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, Sir. Yes, sir. ഓക്കെ, ഈ രണ്ട് പോയിന്റും ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈ എന്താണ്? മാർക്കറ്റിലുള്ള രണ്ട് ഫോഴ്സ് ആണ്. ഡിറ്റർമൈൻസ് ഇക്വിലിബ്രിയം പ്രൈസ് അറ്റ് വിച്ച് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് തന്നെ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേർ സപ്ലൈ ഈസ് നോട്ട് ഈക്വൽ ടു ഇറ്റ്സ് ഡിമാൻഡ്. ഡിമാൻഡും സപ്ലൈ ഈക്വൽ അല്ല. ഓക്കെ, ഒന്നെങ്കിൽ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആയിരിക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് ലെസ് ദാൻ സപ്ലൈ ആയിരിക്കും. ഓക്കെ, അതെന്താണ്?
ഈ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി സിറ്റുവേഷൻ ആണ്. നമ്മൾ പറഞ്ഞു, അതായത് എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ വന്നാൽ, ഇവിടെ പറഞ്ഞു എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സസ് സപ്ലൈ വന്നാൽ പ്രൈസ് കുറക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് തന്നെ എത്തും. എക്സസ് ഡിമാൻഡ് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ പ്രൈസ് കൂട്ടും. പ്രൈസ് കൂട്ടും. അപ്പൊ ഏത് പോയിന്റിൽ തന്നെ എത്തും? ഡിസിക്ലിബ്രിയം Equilibrium. അല്ല, ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തും. ഓക്കെ. അപ്പോ ഈ ഡിസിക്വിലിബ്രിയം പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഒരിക്കലും എന്ത് ചെയ്യൂല, മാർക്കറ്റ് ആ ഒരു സിറ്റുവേഷനിലൂടെ കുറെ ടൈം പോകൂല. ഓക്കെ, അതാണ് ഈ രണ്ട് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസിക്വിലിബ്രിയം എന്താന്ന് പറഞ്ഞു. ഡിസിക്വിലിബ്രിയം ടെമ്പററി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു കേട്ടോ മക്കളെ. കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഓവർലോഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇതുവരെയില്ല സർ, എനിക്ക് എങ്ങനെ? ഇതുവരെ കുഴപ്പമില്ല സർ. ഓക്കെ ഇനി എനിക്ക് ഓവർലോഡ് ആവും. ഓക്കെ ഓക്കെ. ഇത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ ഓക്കെ. ഇതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഗ്രാഫ്. ഓക്കെ, ഈ P1 എന്ന് പറയുന്നത് എക്സസ് ആട്ടോ, പ്രൈസ് കൂടി. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, എക്സസ് സപ്ലൈ വരുന്ന പോയിന്റ് ആണ്. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ പറ. ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരയ്ക്കാൻ അങ്ങനെ ഒന്നും വരില്ല അല്ലേ? ഇല്ല ഇല്ല, ഒരിക്കലും വരില്ല. ഗ്രാഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആയി. ഓക്കെ, ഒരിക്കലും ഗ്രാഫ് വരയ്ക്കാൻ ഒരിക്കലും വരില്ല. കാരണം എന്താ? നമുക്ക് കമ്പ്യൂട്ടറിസ്റ്റ് എക്സാം ആണ്. ഓക്കെ, ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ. ഈ ഒരു ഇത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഗ്രീൻ ലൈൻ എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കർവ് ഇങ്ങോട്ട് ആയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ആയി. ഓക്കെ, അതായത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയി. ഓക്കെ, അതുപോലെ തന്നെ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയി. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ കർവ് ഷിഫ്റ്റ് ആയി. കുറെ ലൈൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആവും. എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഓരോ പോയിന്റ് എന്തിനാ വന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ, ഇതാണ് അവിടെ മൊത്തത്തിൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. ഓക്കെ, ഓരോ കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിൽ ജസ്റ്റ് ഗ്രാഫിൽ ഷോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്ര ഇതിലുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഈ ഒരു ഇതും കൂടി കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആണ്, പഠിച്ചത് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ? സാർ ഈ ഗ്രാഫ് കാണുമ്പോ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് കൺഫ്യൂസ്ഡ് ആവാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, അത് ജസ്റ്റ് ഇതില് കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ്, നമ്മളിപ്പോ ഇതുവരെ പഠിച്ച ഓരോ കാര്യങ്ങളും പറയുന്നതുകൊണ്ടാണ്. ഓ വെയിറ്റ്, നമ്മൾ ഇത്ര നേരം പഠിച്ച എല്ലാ ടോപ്പിക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. അതായത് ഇതുവരെ നമ്മൾ ആ ഒരു ഇതിൽ പറഞ്ഞില്ലേ, അത് എക്സസ് സപ്ലൈ, എക്സസ് ഡിമാൻഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഒന്ന് ഗ്രാഫിക്കലായിട്ട് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതും അത് പ്രൈസിൽ ഡിക്രീസ് ചെയ്യുന്നതും അങ്ങനത്തെ ഓരോ സിനാരിയോസ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കൂടുതൽ ബ്ലൂവും പർപ്പിൾ ലൈൻസും ഒക്കെ എക്സസ് ഡിമാൻഡിന്റെ കേസാണല്ലേ? എങ്ങനെ? ബ്ലൂവും പർപ്പിൾ ലൈൻസ് ഒക്കെ എക്സസ് ഡിമാൻഡിന്റെ സിനാരിയോ ആണല്ലേ? അതെ 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 അതെ. ഇത് ഈ ഒരു പോയിന്റ് ആണ് എന്ത്? എക്സസ് സപ്ലൈ വരുന്ന പോയിന്റ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരും. അതായത് സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ്, സപ്ലൈ കർവ് റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ്? എക്സസ് സപ്ലൈ ആണ്. ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്താലോ
സർ എങ്ങോട്ട്? കുറവ്. അതായത് ഇതിൽ ഏത് ലൈനാണ് സപ്ലൈ കർവ്? ആ, ഈ കളർ ഏതാണ്? ലൈറ്റ് കളറിലെ വയലറ്റ്. ഓക്കെ, അതായത് ഇങ്ങനെ ക്രോസ് വരുന്നത് ഡൗൺവേർഡ് അപ്വേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, യെസ് സർ. അതാണ് സപ്ലൈ കർവ്. ഓക്കെ, സോറി, നേരത്തെ പറഞ്ഞു പറ്റി. ഈ ലൈൻ എന്താണ്? ഈ ലൈനാണ് ഡിമാൻഡ് അപ്വേർഡ്, അതായത് റൈറ്റിക്ക് ഷിഫ്റ്റ് ആയി. ഡിമാൻഡ് കർവ് റൈറ്റിക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറയും. ഓക്കെ, ഡിമാൻഡ് കർവ് റൈറ്റിക്ക് ഷിഫ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടി. ഓക്കെ, പ്രൈസ് കൂടി. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്തു? നമ്മളുടെ സപ്ലൈ കൂടി. ഡിമാൻഡ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും ക്വാണ്ടിറ്റി, സപ്ലൈ ക്വാണ്ടിറ്റി കൂടി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ട് കൂടുതലായിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, ജസ്റ്റ് ഞാനിത് കാണിച്ചു തന്നേന്നുള്ളൂ പ്രോപ്പറായിട്ട് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ആ പറഞ്ഞത് മനസ്സിലാക്കുക. ഓക്കെ, അത്രേ വേണ്ടിയുള്ളൂ. ഇപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മനസ്സിലാക്കുക, അതിൽ നിന്ന് പോകരുത്. ഈ ഒരു ഗ്രാഫും കൂടി കണ്ടിട്ടുള്ളതും കൂടെ പോകരുത്. ഓക്കെ, യെസ് സർ. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും. ഓക്കെ, ഇത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും. ഓക്കെ, എ മിനിമം പ്രൈസ് അറ്റ് എ ലെവൽ ഹയർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. അതായത് സപ്ലയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് സപ്ലയേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ. ഓക്കെ, അതായത് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകളെ. ഓക്കെ, എ മിനിമം പ്രൈസ് അറ്റ് എ ലെവൽ ഹയർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഒരു മിനിമം പ്രൈസ് എന്ത് ചെയ്യും? അതിന് വെക്കും. കാരണം ഇക്വിലിബ്രിയം പ്രൈസ് ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം പ്രൈസ് എന്ത് ചെയ്യും? മിനിമം ഈ റേറ്റിന് വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയാം. ഇതെന്തിനാണ്? സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു മിനിമം പ്രൈസിനാണ് എന്ത് പറയാ? പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? യെസ് സർ. യെസ് സർ. ഇനി പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതും ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന തന്നെയാണ്. മാക്സിമം പ്രൈസ്, ഈ ഒരു പ്രൊഡക്റ്റിന് മാക്സിമം ഈ ഒരു റേറ്റ് വരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, മാക്സിമം പ്രൈസ് അറ്റ് എ ലെവൽ ലോവർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിന്റെ ഇതായിട്ട് കുറഞ്ഞതായിട്ട് ഏറ്റവും മാക്സിമം ഇത്ര റേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പാടുള്ളൂ. ഇതെന്തിനാണ്? ഇത് ബയേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. എന്തിനാണ്? സപ്ലയേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ ബയേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. ഓക്കെ, ഓക്കെ, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഒരു റേറ്റ് വരെ, അതായത് സപ്ലൈ ഇപ്പൊ ചില സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അവിടെ സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടിയിടും. ഓക്കെ, സപ്ലൈ കുറവാണ്, ഡിമാൻഡ് ഭയങ്കര കൂടുതലുമാണ്. ഓക്കെ, അങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് എത്രക്ക് വിറ്റാലും അവർക്ക് എന്ത് ചെയ്യും? ആളുകൾ അത് വാങ്ങും. ഓക്കെ, പക്ഷേ നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിനൊരു ഇത്ര ലെവല് പ്രൈസ് വരെ പോകാൻ പാടുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചു. അപ്പൊ ആ ഒരു പ്രൈസിന്റെ, ആ ഒരു മാക്സിമം പ്രൈസിന്റെ മുകളിലോട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ചാർജ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് എന്തും മിനിമം പ്രൈസും പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അതായത് സപ്ലയേഴ്സിന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര സപ്ലൈ കൂടുതലാണ്, എന്നാൽ ഡിമാൻഡ് കുറവാണ്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഭയങ്കര സപ്ലൈ കൂടുതലാണ്, ഓക്കെ, ഡിമാൻഡ് എന്താണ്? കുറവാണ്. അപ്പൊ ആളുകൾ പറ്റ ചീപ്പായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ മിനിമം ഈ ഒരു പ്രൈസ് വരെ കുറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും സപ്ലയേഴ്സിന് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഓക്കെ, പ്രൈസിംഗിൽ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സർ ഇതിലപ്പോ ഈ MRP ഒക്കെ ഏതിലാ പെടുക? MRP എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രൈസ് അല്ലേ? മാർജിനൽ റീറ്റെയിൽ പ്രൈസ് ആണ് MRP എന്ന് പറഞ്ഞാൽ. അതായത് അത് ഒരു പ്രൊഡക്റ്റിന്റെ അവരിടുന്ന റേറ്റ് ആണ്. ഓക്കെ,
ഓക്കെ. ഓക്കെ സർ. അത് ചില പ്രൊഡക്റ്റ്, ഇതൊക്കെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പെട്രോള്, ഇപ്പൊ ഒരു ലിമിറ്റിലേറെ അതിനൊന്നും റേറ്റ് കൂട്ടാൻ പാടില്ലല്ലോ. ഓക്കെ, പെട്രോളിയം, അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾക്കില്ലേ ഈ ഒരു പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും. നിങ്ങൾക്ക് തോന്നിയില്ല? പർട്ടിക്കുലർ പ്രൊഡക്ട്സിനൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ കൂടുതൽ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കറണ്ടിന് അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെ ഉണ്ടോ? ഇലക്ട്രിസിറ്റിന്റെ എന്താന്ന് വെച്ചാല് ഇലക്ട്രിസിറ്റിക്ക് ഒരു യൂണിറ്റിനല്ലേ, അങ്ങനെ യൂണിറ്റിന് അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. നമ്മള് ഇപ്പോ ഭയങ്കര വെയിലും ഇതൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി കുറവല്ലേ, അപ്പോ യൂണിറ്റിന് റേറ്റ് കൂടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ യൂസേജ് ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കറണ്ടിന്റെ ഇത് കൂടും. ഓക്കെ, അതങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതിന് പ്രോപ്പറായിട്ട് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് ഡൗട്ടാണ് ചില കാര്യങ്ങളിലൊക്കെ. ഏതൊക്കെ പ്രൊഡക്ട്സ് എന്നുള്ളതിലൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നതുണ്ടോ? ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തോന്നിയത് ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? പറഞ്ഞേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും എക്സാമ്പിൾ? ജസ്റ്റ് ഇല്ല സർ, നിങ്ങളിതൊന്ന് ഒന്നും ഓർമ്മ വരുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളില്ല ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ കിട്ടാനുള്ള. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ചാറ്റ് GPT എന്തൊക്കെ AI ടൂൾസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതെന്താന്നുള്ള ഒരു കോർ കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതാണ് സപ്ലയേഴ്സിന് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മിനിമം ഒരു ലെവൽ പ്രൈസ് വരെ അതിന് കുറയുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ കുറക്കാൻ പാടില്ല. ഓക്കെ, അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു മിനിമം പ്രൈസ് ഉണ്ടാവും ചില സാധനത്തിനൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മാക്സിമം ഈ റേറ്റ് വരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, ആ രീതിയിൽ. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ, അല്ലെങ്കിൽ ഇത് എടുത്തിട്ടുണ്ടോ? ഇത് എടുത്തിട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ ആ ഒരു ഗ്രാഫിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഗ്രാഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ഓക്കെ, ഇതൊന്ന് നോക്ക്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. എന്തിക്ക് ഷിഫ്റ്റ് ചെയ്തു? എന്തിക്കാ ഷിഫ്റ്റ് ചെയ്ത്? റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഡിമാൻഡ് കർവാണ് ഈ സ്ലോപ്പിങ്. ഡിമാൻഡ് കർവിന്റെ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തു? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, DD1 ഡിമാൻഡ് കർവ് 1 എന്ന് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോൾ, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുമ്പോൾ ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഡിമാൻഡ് കർവ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിക്ക് ഷിഫ്റ്റ് ചെയ്യും ഡിമാൻഡ് കർവ്. ഇപ്പൊ ചില ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും. ഓക്കെ, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുകയാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണെന്ന് അർത്ഥം. ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുക? എന്താണ്? പ്രൈസ് കുറയല്ലേ? ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. ഓക്കെ, ലൈക്ക് ഈ ഒരു രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൈസ് കൂട്ടും. ഓക്കെ, ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടും. പ്രൈസ് കൂടുമ്പോൾ എന്താണ്? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. ഓക്കെ, ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം കേട്ടോ. എല്ലാതും ഇതിലോട്ട് കണക്ട് ചെയ്യണേ. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഒരു സർക്കിള് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഈ രണ്ട് സർക്കിള് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് സപ്ലൈൻ്റെ. ക്വാണ്ടിറ്റി സപ്ലൈ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സപ്ലൈ കൂടുക എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സപ്ലൈ കുറയുക എന്ന് പറയുമ്പോൾ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് ചെയ്യാം. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ചെയ്തിട്ടുണ്ടോ?
യെസ് സർ. ചെയ്തു. സർ ഇനി സമയം ഉണ്ടാവും. എന്താണ് ഓവർലോഡ് ആയ പോലെ ഉണ്ടോ? ഇത് സർ എല്ലാം കൂടി യെസ് അവയിൽ വരുവാവോ? ഏകദേശം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ പോകെ പോകെ മടിയന്മാരാവുന്നുണ്ടോ? ഇല്ല സർ, കൊറേ കോൺസെപ്റ്റ്സ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാം കൂടി ഒരു അതല്ല സാർ, സാർ കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മളിപ്പോ ഇന്ന് ചെയ്തു, അത് നമുക്ക് നാളെ വരും. ഇതിപ്പോ കൊറേ ഇല്ലേ, ഓക്കെ നാളെ ആകുമ്പോ ഇതെല്ലാം കൂടെ set വേറെ എന്തെങ്കിലും ആവും. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോ നമ്മള് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് വായിച്ചിട്ട് അത് മനസ്സിലാക്കി തരിക. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, നിങ്ങളത് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണേ, എന്നോടൊന്നും കൂടി ഒന്ന് ഓർമ്മാക്കണം. ഓക്കെ, നാളെക്കുള്ളിൽ, അല്ലെങ്കിൽ നാളെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നാളെ ക്വസ്റ്റ്യൻ തന്നാൽ മറ്റന്നാൾ എന്തായാലും ലീവ് അല്ലേ, മറ്റന്നാൾ ഇരുന്ന് ചെയ്യാമല്ലോ നിങ്ങൾക്ക്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഞാൻ തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻഡിലാണ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, പോട്ടെ. കാരണം ഓവർലോഡായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കാതിരിക്കുക. ഓക്കെ, അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നും നാളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട്. മെയിൻ ഉദ്ദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, പിന്നെ മൺഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് മറ്റേതിൻ്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, സെക്ഷൻ എഫ്. ഓക്കെ, എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സിന്റെ ക്ലാസ് ആയിരിക്കും. തിയറി ആണ്. അപ്പോൾ അതിന് കണ്ടിട്ട് വരിക. ഓക്കെ, പ്രോപ്പറായിട്ട് പുതിയ നോട്ടൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നോട്ടിൽ കൂടുതലായിട്ട് പ്രൊഫഷണൽ എത്തിക്സിൽ നോട്ടിൽ അത്യാവശ്യം നോട്ട് ചെയ്താണ്ടോ, കുറച്ചൊക്കെ നോട്ട് ചെയ്താണ്ടോ. ഓക്കെ, അത് കുറച്ചൊക്കെ നോട്ട് ചെയ്താണ്ടോ. പിന്നെ അതിൻ്റെ ഒക്കെ ഒരു ജസ്റ്റ് PDF ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? പറ. സാർ ഒരു 100 പേജിന്റെ ഒക്കെ നോട്ട് പോരെ? അതോ ചെറിയ നോട്ട് മതി, ചെറിയ അതിലും കുറവ് മതി, അതിലും കുറവ് മതി. തിയറി സെക്ഷനാ. ഓക്കെ, കുറച്ചേ ഉണ്ടാവും. ഓക്കെ അത് വിചാരിച്ച് പറ്റ ചെറിയ നോട്ട് വാങ്ങരുത്. ഓക്കെ, കുറച്ച്. യെസ്, മനസ്സിലായി. ഓക്കെ, അപ്പോ അല്ലെ പിന്നെ 2 നോട്ട് ഒരു 2 സെക്ഷന്, അതായത് 2 തിയറി സെക്ഷൻ ആണുള്ളത്. 2 തിയറി സെക്ഷനും ഒറ്റ നോട്ടിൽ കീപ്പ് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെ ഒരു നോട്ടായാലും കുഴപ്പമില്ല. ഓക്കെ, റിസ്കും എത്തിക്സും 2 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ ഡിയും സെക്ഷൻ എഫും. ഇത് രണ്ടും എന്താണ്, തിയറി സെക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നതോ ക്ലിയർ ചെയ്യാനോ? അപ്പൊ ഇന്ന് എടുത്തതൊക്കെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് മനസ്സിലാക്കുക, അത് എങ്ങനെയാണ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും കുറേ നിങ്ങൾക്ക് ഓവർലോഡ് ആവാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ കൂടെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത് നോട്ട് ചെയ്താനും ഉണ്ടാവും. അപ്പൊ നോട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, പറയാം. ഡൗട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പറയാം. ഓക്കെ ഓക്കെ ഇതെല്ലാം നോട്ടൊക്കെ എഴുതി കഴിയുമ്പോ ഉള്ളതാണല്ലോ ഓക്കെ യൂഷ്വലി. ഓക്കെ. ബാക്കി രണ്ടുപേരും സുവിധ ഓക്കെ ആണോ? സർ വല്ലതും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം സർ. ഓക്കെ, ചോദിച്ചു. ഓക്കെ, നാളെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെ നിൽക്കുക. എന്തെങ്കിലും ഇൻ കേസ് എനിക്ക് അവിടുന്ന് എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ ക്ലാസ് ഉണ്ടാവാതിരിക്കുള്ളൂ. ഓക്കെ, സർ ഉണ്ടെങ്കിൽ തന്നെ സെയിം ടൈമിംഗ് ആയിരിക്കില്ലേ, 7 അതെ ആയിരിക്കില്ലേ? അതെ അതെ അതെ, 7 to 9. ഓക്കെ, എനിവേസ് ബൈ. താങ്ക് യു സർ.
താങ്ക് ഓക്കെ ഓക്കെ